ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണല്ലോ വ്യാപകമായി ചർച്ച. നമ്മൾ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം എന്ന നിലയിൽ പരിഗണിക്കാം. അതുമാത്രമല്ല, അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള വലിയ കപ്പലുകൾ, വലിയ ആഴമുള്ള തുറമുഖമായതുകൊണ്ട് വലിയ കപ്പലുകളൊക്കെ വരും എന്ന് പറയുന്നു. പക്ഷേ ഈ സാമ്പത്തികം മാത്രമാണോ, ഒരു സൈനികമായ ലക്ഷ്യം കൂടി വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നിലുണ്ടോ? എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീലങ്കയിൽ ഹമ്പൻ തോട്ടയിൽ ഒരു തുറമുഖം ചൈന നിർമ്മിക്കുന്നു. ചൈനയുടെ ചാരക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള കപ്പലുകൾ നിരന്തരം വന്നു പോകുന്നു. അപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പാകത്തിന് ശ്രീലങ്കയോട് തൊട്ടടുത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് മറ്റൊരു വലിയ തുറമുഖം, കൊച്ചിയിൽ അടുക്കാൻ പറ്റാത്ത കപ്പലുകൾക്ക് പോലും വരാൻ പറ്റുന്ന വലിയ കപ്പലുകൾ, എനിക്ക് തോന്നുന്നു INS വിക്രാന്തും വിക്രമാദിത്യയൊക്കെ കൊച്ചിയിൽ വരുന്നുണ്ട്. ആ കപ്പലുകൾക്ക് വരെ അടുക്കാൻ പറ്റുന്നൊരു തുറമുഖം തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നത് സൈനികമായി കൂടെ നമുക്കൊരു മേൽക്കൈ തരില്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ഈ ഭൗമരാഷ്ട്രീയം എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള ഇപ്പോൾ തന്ത്രങ്ങളല്ലല്ലോ. ഇപ്പോൾ യുദ്ധമാണെങ്കിൽ പോലും ഇപ്പോൾ ആയുധം കൊണ്ട് മാത്രമുള്ള യുദ്ധമല്ല. ആയുധം വളരെ ലിമിറ്റഡ് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. മറ്റു പല ഘടകങ്ങളാണ് ഇപ്പോൾ യുദ്ധത്തിന് പല ഇതായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വർത്തമാനകാലത്തിലെ ഒരു അവസ്ഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ചൈനയുടെ സാന്നിധ്യത്തിലാണ്. ചൈന ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വഴി, അതായത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയും വടക്ക് കിഴക്കൻ അതിർത്തിയും പൂർണ്ണമായിട്ടും ചൈനയുടെ ഒരു സ്വാധീനത്തിലേക്ക് വന്നു. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ കൂട്ടുകെട്ട്. ഇപ്പം തന്നെ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പിന്നിൽ പോലും ചൈനയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ മുകളിലുള്ള വടക്ക് പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ മുഴുവൻ ബംഗ്ലാദേശിലൂടെയും പാകിസ്ഥാനിലൂടെയും ചൈന സ്വാധീനം ചെലുത്തുന്നു. അതുപോലെ തന്നെ ചൈനയുടെ നമ്മുടെ കാശ്മീരിന് മുകളിലുള്ള ഈ റോഡ് ആൻഡ് ബെൽറ്റ് പ്രോജക്റ്റ്, അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീലങ്കയിൽ ഹമ്പൻ തോട്ടം. അപ്പൊ ഏകദേശം ചൈന ഇങ്ങനെ വളഞ്ഞു വെക്കുന്ന ഒരു പിക്ചറാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പൊ മുഹമ്മദ് യൂനിസ് പറഞ്ഞിരിക്കുന്നു, ഈ അതെ, ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് 7 സംസ്ഥാനങ്ങളൊക്കെ ബംഗ്ലാദേശിന്റെ കടലിന്റെ കാവൽക്കാർ നമ്മളാണ്, അവിടെ ചൈനയ്ക്ക് വന്ന് ഒരുപാട് സാധ്യതയുണ്ട്, ചൈനയിൽ പോയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ കരയിലൂടെയും കടലിലൂടെയും ചൈന നമ്മളെ വളയുന്ന ഒരവസ്ഥയുണ്ട്. വളഞ്ഞ് ഏതാണ്ട് താത്വികമായിട്ടല്ല, ഏതാണ്ട് തന്നെ വളഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സുല്ലു പറഞ്ഞതുപോലെ നമ്മളുടെ ഈ വിഴിഞ്ഞം പോർട്ട്. ഈ വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് പോലും ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മളുടെ ഈ 75% നമ്മൾ ഈ മദർ ഷിപ്പുകളിൽ നിന്നുള്ള ഇത് മറ്റുള്ള ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റാനുള്ള നേരിട്ട് വരാം. അപ്പോൾ 75% ഇത് ധനവും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ മറ്റു പല തുറമുഖങ്ങളെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്നൊരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ, ഈ മാറുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ഈ ഒരു നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പോലും ഒരു അതീവ ശ്രദ്ധയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ജാഗ്രത ആവശ്യമാണ്. മനസ്സിലായി? ഇപ്പം രാഷ്ട്രങ്ങളെ നേരിടുന്നതിനൊക്കെ പലപ്പോഴും നമ്മൾ ഈ നേരിട്ടുള്ള യുദ്ധങ്ങളല്ലല്ലോ, പരോക്ഷ യുദ്ധങ്ങളും മറ്റുമൊക്കെയാണ് ഇപ്പം നമ്മുടെ ഈ ഭൗമരാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഗതികൾ. ഉദാഹരണത്തിന് ഇറാനിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവരുടെ ഏറ്റവും വലിയ തുറമുഖത്തിൻ്റെ പേര് അവിടെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കും. അല്ല, മാത്രമല്ല, നമ്മൾ ഈ യുദ്ധമല്ലാതെയുള്ള കാര്യങ്ങളിലെ ഏറ്റവും വലിയ യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചു, സിന്ധു നദീജല പദ്ധതി നമ്മൾ റദ്ദാക്കി. അതൊരു വാർ തന്നെയാണ്. അതാണ് ഇപ്പം പാകിസ്ഥാന്, ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ പലരും സംശയിക്കുന്നുണ്ട്, ഈ എങ്ങനെയാണ് ഇനി പെട്ടെന്ന് സിന്ധു നദീജലത്തിലെ വെള്ളം കംപ്ലീറ്റ് ഒഴുക്കി വിടുന്നത് പെട്ടെന്ന്. അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ സർക്കാർ തീരുമാനം എടുക്കുന്നതിന് മുമ്പുള്ള നദിയിലെ ജലനിരപ്പ് എത്രയാണ്, അതിനുശേഷം അവിടെ വരണ്ട് കിടക്കുന്നത്, സാറ്റലൈറ്റ് ചിത്രങ്ങൾ വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം പഴയതുപോലുള്ള കാലം മാറി. ഇപ്പൊ 15 വർഷം മുമ്പ് തന്നെ നമ്മുടെ എലോൺ മസ്കിന്റെ ഒരു കമ്പനിയുണ്ട്, ബോറിംഗ് കമ്പനി, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് നമ്മൾ ഈ വണ്ടി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന പോലെ വേഗത്തിൽ ഇപ്പം നമുക്ക് ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി, അതായത് ഹൈപ്പർ ലൂപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയാണ്. അതാണ് ബോറിംഗ് കമ്പനി. ഈ നമ്മളിവിടെ കേബിൾ കുഴിച്ചിടുന്നതിന്റെ മെഷീൻ ഉപയോഗിക്കുന്നില്ലേ, അതേപോലെ മണ്ണ് തുറന്നു പോകുന്ന സംഗതി. ഇപ്പോൾ ഒരു ടണൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ ബോറിംഗ് സംവിധാനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലുള്ള കാണാൻ പോലും പറ്റത്തില്ല, ഭൂമിക്കടിയിലുള്ള സാധനങ്ങൾ. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ളൊരു സംഗതിയെ
ഇപ്പോൾ പാകിസ്ഥാൻ പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഭൗമരാഷ്ട്രീയത്തിൽ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ സ്വഭാവം പോലും മാറുകയാണ്. ഭടന്മാരെ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങൾ മാറുകയാണ്. കാരണം ഇപ്പം നോക്കൂ, ഡ്രോൺസ് ആണ് കൂടുതലും. അതെ അതെ, ഇല്ലേ? ഈ താരങ്ങൾ മുഴുവൻ ഡ്രോൺസ്. ചൈന ഇപ്പോൾ ഒരു ആളില്ലാത്ത സബ്മറൈൻ ഉണ്ടാക്കി കഴിഞ്ഞു. അതെ, ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിലേക്ക് യുദ്ധത്തിന്റെ രീതികൾ മാറുന്നു, ഭൗമരാഷ്ട്രീയം മാറുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറുന്നു. ഇപ്പം ഇന്ത്യയും ഇപ്പം ഇന്നലെ അമേരിക്കയുടെ പ്രസ്ഥാനം കണ്ടില്ലേ? അമേരിക്ക പൂർണ്ണമായിട്ടും അങ്ങ് ഇന്ത്യ പോയി അടിച്ചോളും എന്നല്ല പറഞ്ഞേക്കുന്നത്. കാരണം പാകിസ്ഥാൻ അവർക്ക് ആവശ്യം ഉണ്ടാവുകയെ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബഫർ സ്റ്റോക്ക് ആയിട്ട് വെക്കുക. എങ്കിലും ഇപ്പൊ ചൈനയുമായിട്ടുള്ള ആ ഒരു പുതിയ അവരുടെ ബന്ധത്തിന്റെ ഉലച്ചിലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് സപ്പോർട്ടും കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയോട് ചാഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ കാണിക്കുന്നത് മുഴുവൻ ഈ ഭൗമരാഷ്ട്രീയത്തിലെ ഒരു മാറ്റങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഇപ്പൊ നമുക്കൊക്കെ പണ്ട് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പണ്ട് പിന്നെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതും പിന്നീട് ഇങ്ങോട്ട് വന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതായിരുന്നു മലയാളിക്ക് യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ ആ പീരീഡ് കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളിക്കും ഈ വടക്കേ ഇന്ത്യക്കാരൻ അങ്ങേ അറ്റത്തെ വടക്ക് പടിഞ്ഞാറൻ നമ്മുടെ പിന്നെ അതിർത്തിയിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഭീതിയും ആകാംക്ഷയും ഒക്കെ തോന്നേണ്ട അവസ്ഥയിലേക്ക് മലയാളിയും മാറുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് മറ്റേ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ പട്ടാളക്കാരുടെ വീട്ടുകാർക്ക് മാത്രമേ നീറ്റിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു പീരീഡ് കഴിഞ്ഞു. കൊച്ചി അനുഭവിക്കും. കൊച്ചി പണ്ട് കഴിഞ്ഞ യുദ്ധത്തിന്റെ കാലത്ത് കൊച്ചിയിലും ബോംബൊന്നും വീണിട്ടുണ്ട്, പൊട്ടാതെ പോയതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞം അവിടെ ഒരു വലിയൊരു ഒരു ടാർഗറ്റായിട്ട് മാറുകയാണ്. ഇപ്പൊ ഇന്ത്യയെ തകർക്കണം, അല്ലെ ഇന്ത്യയെ ദുർബലപ്പെടുത്തണം, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തണം എന്നൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ടുകളും അതോടൊപ്പം ഇത് പിന്നെ തന്ത്രപ്രധാനമായി മാറുന്നത്. അപ്പൊ ഒരു തുറമുഖം എന്നുള്ള ഒരു പിന്നെ ഒരു കൊമേഴ്സ്യൽ പോർട്ട് എന്നുള്ളൊരു പ്രാധാന്യത്തിന് അപ്പുറത്തേക്ക് ഒരു സൈനിക താല്പര്യം കൂടി വിഴിഞ്ഞത്തിനോട് വന്നു ചേരുകയാണ്. ഏതായാലും മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കിപ്പോൾ കൊച്ചിയാണ് നമുക്കൊരു നാവിക ഓപ്പറേഷൻസ് ഒക്കെ പ്രധാനമായും പറ്റുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്തേക്കും നാളെ നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് വരാം. മാത്രമല്ല സദേന എയർ കമാൻഡ് അവിടെയുണ്ട്. അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ അതിനൊരു സപ്പോർട്ട് കൊടുക്കണമെങ്കിലും ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കപ്പൽ ഓടി എത്താൻ എത്ര നോട്ട് സ്പീഡിൽ പോയാലും നോട്ടിക്കൽ മൈലാണല്ലോ കപ്പലിന്റെ വേഗത. ഈ പറയുന്ന വിമാനത്തിന്റെ വേഗതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ചില കപ്പലുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത്. പക്ഷേ അതുകൂടാതെ നമ്മുടെ ചില ഷിപ്സ് ഒക്കെ അങ്ങോട്ട് മാറുന്ന ഒരു സാഹചര്യവും വേണ്ടി വന്നാൽ, ഒരു ആവശ്യം വന്നാൽ നമ്മുടെ ഒരു യുദ്ധക്കപ്പലുകൾക്ക് വന്ന് ലാൻഡ് ചെയ്യാനും ബർത്ത് ചെയ്യാനും പുറപ്പെടാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസും കൂടിയാണ് തിരുവനന്തപുരത്ത് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഇന്ത്യ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് ബജറ്റും ഇരട്ടിയിലധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ലക്ഷം കോടിയാണ് ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കാരണം നമ്മൾ ഈ അടുത്ത കാലം വരെ ഈ ഷെയ്ഖ് ഹസീനയുടെ അവിടെ നിന്നുള്ള പലായനത്തിന് മുമ്പ് വരെ നമ്മൾ വടക്ക് കിഴക്കൻ ബോർഡർ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. സേഫായിരുന്നു. നമ്മുടെ ഒരു സംസ്ഥാനം പോലെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പേരിന് വേണ്ടിയുള്ള ശ്രദ്ധ പതാണ്. ഇനിയിപ്പോ ദോഷം ഉണ്ടായിരുന്നു. 10 കോടിയോളം ആളുകളാണ് ഇപ്പൊ കേരളത്തിൽ പോലും ഉണ്ട്. ഇനിയിപ്പോ അവിടെ പിന്നെ നമ്മുടെ ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായിരുന്ന അതേ ശ്രദ്ധ, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ. കാരണം ചൈന അവിടെ വരാൻ പോകുന്നു. ചൈനയുടെ എയർഫീൽഡ് അവിടെ സിലിഗുരി കോറിഡോറിന്റെ സമീപത്ത് വരാൻ പോവുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ബംഗ്ലാദേശിന്റെ നേതൃത്വത്തിൽ. അവിടെ കടലും പ്രശ്നമാകുന്നു. അവിടെ ചൈനയുടെ എയർഫീൽഡും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമുദ്രത്തിലും ചൈനയുടെ സ്വാധീനം അവിടെ ബംഗ്ലാദേശിലൂടെ വർദ്ധിക്കാൻ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കടലിന്റെ അതിർത്തിയും കടലിന്റെ പ്രധാനപ്പെട്ട സമുദ്രത്തിന്റെ കേന്ദ്രങ്ങളും ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ അതിർത്തിയും സെക്യൂർ ആക്കി വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും പറയും നമുക്ക് അതിർത്തി ഇല്ലല്ലോ. നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. നമ്മളും അതിർത്തി സംസ്ഥാനം തന്നെയാണ്. തീർച്ചയായിട്ടും. കടലാണ് നമ്മുടെ അതിർത്തി. കടലിനപ്പുറത്ത് അന്യരാജ്യമുണ്ട്. ചേർന്ന് കിടക്കുന്നത് മാത്രമല്ല മലയാളി അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ വടക്കല്ലേ, നമ്മുടെ ഇവിടെ അതിർത്തി. അല്ല, ചൈനയുടെ ഒരു സ്വാധീനം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത് എനിക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM-ന്റെ കഴിഞ്ഞ ആവശ്യത്തെ പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് ഈ അമേരിക്ക ചൈനയായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, ചൈനയെ വളഞ്ഞിട്ട് ഇന്ത്യയും അമേരിക്കയും കൂടെ അത് കേട്ടപ്പോൾ എനിക്ക് വാസ്തവം പറഞ്ഞാൽ ചിരി വന്നു കഴിഞ്ഞു. കാര്യം അദ്ദേഹം ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അതിശയപ്പെട്ടു പോയി.
കാര്യം ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഈ ചൈനയുടെ ഈ ഒരു നിരാളിപ്പിടുത്തം പോലെ 4 വശത്തുള്ള പിടുത്തം ഉണ്ടല്ലോ, അത് ഇന്ത്യക്ക് വരും. കാരണം ഇന്ത്യയുടെ ഒരു വളർച്ചയെ തടയിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചൈനയുടെ ഒരു ലക്ഷ്യം. ഇന്ത്യയുടെ ഈ സാമ്പത്തിക കുതിപ്പിനെ ഒന്ന് പിടിച്ച് കുലുക്കി നിർത്തുക. കാരണം യുദ്ധത്തിലേക്കോ ഇങ്ങനെയുള്ള സംഭവത്തിലേക്കോ ആലോചിച്ച് നോക്കുക. 4 ലക്ഷത്തിൽ കോടിയിൽ നിന്ന് 7 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ ഡിഫൻസ് ബജറ്റ് മാറി അല്ലേ? അപ്പൊ ഇതൊന്നും ആലോചിച്ച് നോക്കുക. ഇത് ഡിഫൻസ് ബജറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആവശ്യത്തിനുള്ള ബജറ്റാണ് ഇവിടെ കുറയുന്ന സംഗതി. അപ്പൊ ഇതൊക്കെ ഈ ഒരു തന്ത്രങ്ങളെല്ലാം ഈ ചൈന ഉപയോഗിക്കുമ്പോഴും പ്രകാശ് കാരാട്ടിനെ പോലുള്ള വലിയ ഒരു നേതാവ്, എനിക്ക് അന്നത് ആ പ്രസംഗം കേട്ടപ്പം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും നമുക്ക് ഇത് ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് മലയാളിക്ക് കമ്പ്യൂട്ടർ ഗെയിം വരെ ആയിരുന്ന കാലം മാറി. ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ കൊച്ചിയിലിരിക്കുന്നവരും തിരുവനന്തപുരത്തിൽ ഇരിക്കുന്നവരും നിശ്ചയമായും ചിലതൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. മലയാളിയും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കാവൽ മാടം പോലെ വർത്തിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് വിഴിഞ്ഞം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.